ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം ഭാഗം 19. അധ്യായം 19 ദണ്ഡകാരണ്യം. രാമലക്ഷ്മണന്മാരും സീതയും ഭരതൻ്റെ ഭക്തിയെയും അർപ്പണ മനോഭാവത്തെയും പുകഴ്ത്തി പറഞ്ഞ് ശാന്തമായ ആരണ്യ ജീവിതം നയിച്ചുകൊണ്ട് ചിത്രകൂടത്തിൽ വസിച്ചു. എവിടെ ആയിരുന്നാലും മനുഷ്യർക്ക് ദുർജനങ്ങളുടെ ശല്യം നേരിടേണ്ടി വരും. ഇവിടെ ദേവേന്ദ്രപുത്രനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് സീതാദേവിയുടെ പാദത്തിൽ മുറിവേൽപ്പിക്കുന്നു. അത് കണ്ട ശ്രീരാമൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഒരു ഉണക്ക പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് കാക്കയുടെ നേരെ അയക്കുന്നു. അത് അഗ്നിജ്വാലയായി മാറി. ജയന്തൻ ഓടുമ്പോൾ ഓടുന്നിടത്തെല്ലാം പിന്തുടർന്നുകൊണ്ട് ആഗ്നേയാസ്ത്രം മടങ്ങാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ജയന്തൻ എല്ലാവരിലും മഹാവിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എല്ലാവരെയും അഭയം പ്രാപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ഇത് തടുക്കാൻ സാധിക്കില്ല, ശ്രീരാമനെ തന്നെ അഭയം പ്രാപിക്കുമെന്ന്. അപ്പോൾ ജയന്തൻ ഓടി വന്ന് ശ്രീരാമനെ തന്നെ അഭയം പ്രാപിച്ചു. പക്ഷേ ശ്രീരാമൻ പറഞ്ഞു, ശ്രീരാമൻ്റെ അമ്പ് ലക്ഷ്യം കാണാതെ മടങ്ങില്ല, അതുകൊണ്ട് ഒരു ലക്ഷ്യം എടുത്തേ തീരൂ, അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ജയന്തനൊരു കണ്ണ് നഷ്ടമായി. ഇവിടെ വല്ലഭന് പുല്ലും ആയുധം എന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതെത്ര സത്യമായി ഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഭഗവാൻ സങ്കല്പിച്ചാൽ എന്തും ആയുധമായി തീരും. വിഷ്ണു സഹസ്രനാമത്തിൽ സർവപ്രഹരണായുധ എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണുനാമം നമുക്ക് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ ഇച്ഛിച്ചാൽ എന്തും ആയുധമായി മാറുന്നു. ഇന്നും ചിത്രകൂടത്തിൽ കാക്കയെ കാണുവാനില്ലെന്നാണ് അവിടെ പോയിട്ടുള്ള അനുഭവസ്ഥർ പറയുന്നത്. ജയന്തൻ്റെ പ്രവൃത്തി കൊണ്ട് പിതാവായ ദേവേന്ദ്രന് ലജ്ജിക്കേണ്ടി വന്നു. തൻ്റെ മാതാപിതാക്കളെ ലജ്ജിതരാക്കുന്ന പ്രവൃത്തികൾ സന്താനങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. തെറ്റിനെ ശിക്ഷിക്കണമെന്നും തെറ്റ് ചെയ്തവർ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കേണ്ടതാണെന്നും ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നു. ചിത്രകൂടം വിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ശ്രേഷ്ഠനായ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും ആശ്രമത്തിലെത്തുന്നു. വന്യവയോവൃദ്ധരാണവർ. അവർ സംഭാഷണമത്തെ ശ്രീരാമൻ പരമാത്മാവ് മാത്രമാണെന്നും പുരുഷൻ ശ്രീരാമൻ മാത്രമാണെന്നും അടിസ്ഥാനപരമായി എല്ലാ ജീവികളിലും സ്ത്രൈണഭാവം അന്തർലീനമായിരിക്കുമെന്നും സീതാദേവി പറയുന്നു. ശ്രീരാമന് ലോകസ്വഭാവമായ ദ്വൈതഭാവങ്ങളില്ല. ശ്രീരാമൻ പുരുഷൻ, അനശ്വര പുരുഷത്വം, സീതാദേവി പ്രകൃതി, അനശ്വര സ്ത്രീത്വം. ഇതാണ് രാമസീതാ തത്വം എന്ന് അനസൂയ പ്രഖ്യാപിക്കുന്നു. അവിടെ നിന്നും തിരിച്ച് അവർ വഴിമധ്യേ മനോഹരമായ ഒരു ആശ്രമവും അതിനുള്ളിൽ ഒരു ക്ഷേത്രവും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനവും കണ്ടു. മഹർഷിയും ശിഷ്യന്മാരും അവിടെ താമസിക്കുവാൻ അപേക്ഷിച്ചുവെങ്കിലും ശ്രീരാമൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ജീവിതയാത്രയിൽ സുന്ദരമായ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നാം നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന ഒരു സന്ദേശമാണ് ശ്രീരാമൻ നമുക്കിവിടെ നൽകുന്നത്. കൊടും കാട്ടിലെത്തിയ അവരുടെ നേരെ വിരാധൻ എന്ന ഘോരരൂപിയായ ഒരു രാക്ഷസൻ വരുന്നു. രാമൻ്റെ ബാണമേറ്റ് ശിരസ് ഛേദിക്കപ്പെട്ട വിരാധൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സുന്ദരനായ പുരുഷൻ ഉയർന്നു വന്നു. കുബേരൻ്റെ ശാപത്താൽ രാക്ഷസനായി തീർന്ന ഗന്ധർവന് രാമബാണത്താൽ ശാപമോക്ഷം ലഭിക്കുന്നു. ശ്രീരാമൻ്റെ ബാണമേറ്റ് ശാപമോക്ഷം ലഭിക്കുന്ന വളരെ പേരെ നമുക്ക് രാമായണത്തിൽ കാണുവാൻ കഴിയും. അനാദരവും അഹന്തയും ഗുരുജനങ്ങളോട് കാണിക്കുന്ന ഭാവങ്ങളും ആണ് നമുക്ക് ശാപങ്ങൾ ഉണ്ടാക്കിത്തരുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു.
ഗുരുജനങ്ങളുടെ ശാപമേൽക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത് എന്ന ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈശ്വരനാൽ വധിക്കപ്പെടുന്നത് പോലും അനുഗ്രഹമായി തീരും. കാരണം സർവ്വജീവികളിലും അന്തര്യാമിയായി കുടികൊള്ളുന്ന ഈശ്വരൻ ഉദാത്തമായ നന്മയുടെ പ്രതീകമാണ്. തന്നാൽ വധിക്കപ്പെടുകയോ തൻ്റെ സാന്നിധ്യത്തിൽ മരിക്കുകയോ ചെയ്യുന്നവരുടെ ശരീരം യഥാവിധി ദഹിപ്പിച്ച് ശേഷക്രിയകൾ ചെയ്യുന്നത് രാമൻ്റെ ഒരു പതിവാണ്. അതിലൂടെ ശ്രീരാമൻ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? സകല ജീവജാലങ്ങളോടുമുള്ള ആദരവ്. ഒരാത്മാവ് കുടികൊണ്ടിരുന്ന ജഡശരീരത്തെയും ബഹുമാനിക്കണം. ഈ കാലത്ത് ഈ സന്ദേശം എത്ര അർത്ഥവത്താണെന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. ശരഭംഗ മഹർഷി രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും ഹാർദമായി സ്വീകരിക്കുന്നു. ശരംഭക മഹർഷി പ്രേമമാർഗത്തിലൂടെയാണ് താൻ രാമൻ്റെ ദിവ്യ ദർശനം നേടിയതെന്നും ഇനി മറ്റൊന്നിലും തൻ്റെ ദൃഷ്ടി പറയാതെ രാമൻ്റെ സുന്ദര രൂപത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്യുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ചിതാഗ്നിയിൽ അശോഭനായി ആത്മാഹുതി ചെയ്ത മഹർഷിയുടെ ആത്മാവ് രാമനാകുന്ന പരമാത്മാവിൽ ലയിച്ചു. നമ്മുടെ പൈതൃകത്തിൻ്റെ ഉദാത്തതയാണ് ഇവിടെ കാണുന്നത്. മരണത്തെ വരിക്കുവാനുള്ള ധീരതയാണ് ഇവിടെ കാണിക്കുന്നത്. നിർഭയം സ്വയം തന്നെ മരണത്തെ വരിക്കുന്നു. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുതീക്ഷ്ണൻ ശ്രീരാമൻ്റെ സ്പർശമേറ്റപ്പോൾ സമാധിസ്ഥനാകുന്നു. കറയറ്റ ഭക്തി കൊണ്ട് മാത്രമേ അങ്ങനെയൊരു അവസ്ഥ നേടാനാവുകയുള്ളൂ. ബോധാവസ്ഥയിലേക്ക് തിരികെ വന്ന സുതീക്ഷ്ണൻ ഒരാഗ്രഹമേ പ്രകടിപ്പിച്ചുള്ളൂ. സീതാ ലക്ഷ്മണ സംയുക്തനായി ശ്രീരാമൻ തൻ്റെ ഹൃദയത്തിൽ വസിക്കണം. ശ്രീരാമൻ അതിന് അനുഗ്രഹിക്കുന്നു. കൊടുങ്കാട്ടിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം സഹിച്ച് ജീവിച്ചിരുന്ന മഹർഷിമാർ സാക്ഷാൽ ഭഗവാനെ കാണുമ്പോൾ ആവശ്യപ്പെടുന്ന വരങ്ങൾ അവരുടെ ആത്മീയമായ ഉന്നതിയെ വെളിപ്പെടുത്തുന്നു. സുതീക്ഷ്ണന്റെ ഒപ്പം അവർ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ എത്തുന്നു. പ്രകൃത്യാ പരസ്പര വൈരികളായ പക്ഷിമൃഗാദികൾ സൗഹാർദ്ദത്തോടെ വിഹരിക്കുന്ന ആശ്രമം ആധ്യാത്മിക പ്രഭാവം കൊണ്ട് സമ്പന്നമായിരുന്നു. അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത്. ത്രികാലജ്ഞാനിയായ മഹർഷിയോട് രാക്ഷസ വിനാശത്തിന് മാർഗദർശനം നൽകുവാൻ ശ്രീരാമൻ അപേക്ഷിക്കുന്നു. സർവജ്ഞനായ രാമൻ മാനുഷരൂപേണ ആയതിനാൽ പാലിക്കുന്ന മര്യാദയാണ് അത്. ദർശന സ്പർശന സംഭാഷണങ്ങളാൽ ഋഷിമാരുടെ മകുടമായ അഗസ്ത്യനെ അനുഗ്രഹിക്കുകയാണ് ശ്രീരാമൻ ഇവിടെ ചെയ്യുന്നത്. സാകാര രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന അഗസ്ത്യ മഹർഷിക്ക് ശ്രീരാമദർശനം തൻ്റെ തപസ്സിൻ്റെ ഫലമാണെന്ന് മനസ്സിലാകുന്നു. തങ്ങൾക്ക് താമസിക്കുവാൻ ഉചിതമായ സ്ഥലം കാട്ടിത്തരണമെന്ന ശ്രീരാമൻ്റെ അപേക്ഷയെ മഹർഷി മാനിക്കുന്നു. ഒരു നാടകത്തിലെ വേഷം നാം സ്വീകരിക്കുമ്പോൾ അതുമായി താതാത്മ്യം പ്രാപിച്ചാലല്ലേ അഭിനയം നന്നാവുകയുള്ളൂ. അതാണ് ഇവിടെ ശ്രീരാമനും അഗസ്ത്യ മഹർഷിയും ചെയ്യുന്നത്. രണ്ടുപേർക്കും ശ്രീരാമൻ ആരാണ് എന്നും എന്താണ് അവതാര ദൗത്യമെന്നും നന്നായിട്ടറിയാം. അതൊന്നും ഭാവിക്കാതെ മനുഷ്യ സ്വഭാവത്തിന് ഉചിതമായ ഒരു കാര്യങ്ങളാണ് അവരിവിടെ ചെയ്യുന്നത്. ഗോദാവരി തീരത്ത് ദണ്ഡകാരണ്യത്തിൽ താമസിച്ച് അവിടെയുള്ള തപസ്വികളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അഗസ്ത്യ മഹർഷി അപേക്ഷിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്ന ഭഗവാന് വഴി കാണിക്കുവാൻ മഹർഷിക്ക് സാധിക്കുന്നു. അതും ഒരു പുണ്യവും സുകൃതമായി മഹർഷി കരുതുന്നു. ദണ്ഡകാരണ്യം എന്ന പേര് ലഭിച്ചതിന് പിന്നിലുള്ള കഥ മഹർഷി പറയുന്നു. ഗൗതമ മഹർഷിയുടെ കൂടി കപട സന്യാസിമാർ അദ്ദേഹത്തെ ചതിച്ചതിനാൽ ഈ വനം പുണ്യാത്മാക്കൾക്ക് പകരം ദുഷ്ടന്മാരുടെ ആവാസ കേന്ദ്രമായി തീരട്ടെ എന്നൊരു ശാപം ഗൗതമ മുനി നൽകുന്നു. കൂടാതെ ദണ്ഡൻ എന്ന ഭരണകർത്താവ് ഗുരുവായ ഭൃഗു മഹർഷിയുടെ പുത്രിയെ അവമാനിച്ചതിനാൽ മഹർഷിയുടെ ശാപത്താൽ അവിടെ മണ്ണുമഴ ചെയ്ത് ചെളി പ്രദേശമായി തീരുന്നു. കൊടും കാടായി അത് മാറുന്നു. അതുകൊണ്ടാണ് അതിന് ദണ്ഡകാരണ്യം എന്ന പേര് ലഭിച്ചത്.
ത്രേതായുഗമായാലും കലിയുഗമായാലും സത്തുക്കളെയും സ്ത്രീജനങ്ങളെയും ഉപദ്രവിക്കുവാനായി കപട സന്യാസിമാരും നീചന്മാരും ഉണ്ടാകും എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു അഭേദ്യമായ ഒരു സംഗതി തന്നെയാണ്. ദുഷ്ടശക്തികൾ എല്ലായിടത്തും വിഹരിക്കുന്നു, വേഷം മാറി വിഹരിക്കുന്നു എന്നുള്ളത്. അഗസ്ത്യ മഹർഷി രാമന് ദിവ്യമായ ആയുധങ്ങൾ സമ്മാനിക്കുന്നതിൽ നിന്നും വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് തനിക്ക് അറിയാം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അഗസ്ത്യൻ സൂചിപ്പിച്ച പഞ്ചവടിയിൽ അവർ എത്തി. ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായ ജടായു എന്ന പക്ഷി ശ്രേഷ്ഠനും അവിടെ പഞ്ചവടിയിൽ അവർ പർണശാല കെട്ടി താമസിക്കുന്നതിന് അടുത്ത് തന്നെയായി താമസിക്കുവാൻ തുടങ്ങി. ശ്രീരാമൻ അതിനുള്ള അനുവാദം ജടായുവിന് നൽകുന്നു. സീതാപഹരണത്തിൽ ജടായുവിന് രക്ഷകന്റെ ഭാഗം അഭിനയിക്കേണ്ടതുണ്ട് എന്ന് ശ്രീരാമന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ജടായുവിനെ അവിടെ താമസിക്കുവാനായി അനുവദിക്കുന്നത്. തൻ്റെ അവതാര ലീലയിൽ വരാൻ പോകുന്ന എല്ലാ സംഭവങ്ങളെപ്പറ്റിയും ശ്രീരാമന് നന്നായിട്ട് അറിയാം എന്ന വസ്തുത നമുക്ക് ഇവിടെ കൃത്യമായി മനസ്സിലാകുന്നു. ഇതാണ് ദണ്ഡകാരണ്യത്തിലെ കഥ ചുരുക്കത്തിൽ പറഞ്ഞത്. സായിരാം.